KSRTC-യിലെ ആളുകൾ തന്നിട്ടുള്ള ടിക്കറ്റാണ്. ഇവിടെ കയറുന്ന സാധാരണക്കാരായിട്ടുള്ള മറ്റ് സ്ത്രീകളോടെല്ലാം തന്നെ ടിക്കറ്റ് വാങ്ങിക്കൊണ്ട് തന്നെ യാത്ര തുടരാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ബസ് സൈഡാക്കി നിർത്തിയിട്ടിരിക്കുകയാണ്. ആറ്റിങ്ങിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് പകുതി വഴിയിൽ ഇറങ്ങിപ്പോട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ. ഇനിയും അധികാരമേൽക്കാത്ത സർക്കാരിനെതിരെ സമരം. ബിജെപിക്കെതിരെ ജനരോഷവും പരിഹാസവും ശക്തമാകുന്നു. തിരുവനന്തപുരം സംസ്ഥാനത്ത് പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ സമരവുമായി തെരുവിലിറങ്ങിയ ബിജെപി നിലപാടിനെതിരെ പൊതുജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധവും പരിഹാസവും. വകുപ്പ് വിഭജനം പോലും നടക്കാത്ത ഒരു സർക്കാരിനെതിരെ മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്നത് രാഷ്ട്രീയ പാപ്പരത്തമാണെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഗ്ദാനങ്ങൾ എവിടെ? തിരുവനന്തപുരം മുനിസിപ്പാലിറ്റിയിൽ ഭരണം ലഭിച്ചാൽ വെറും 14 ദിവസം കൊണ്ട് നഗരത്തെ മാറ്റിമറിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് വേളയിൽ ബിജെപി നൽകിയ പ്രധാന വാഗ്ദാനം. എന്നാൽ മാസങ്ങൾ 6 കഴിഞ്ഞിട്ടും നഗരത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പോലും പരിഹാരമായിട്ടില്ലെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം തുടങ്ങിയ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ പോലും പാടെ തകരാറിലായ നിലയിലാണ്. സ്വന്തം വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാത്തവരാണ് പുതിയ സർക്കാരിനെതിരെ തിടുക്കപ്പെട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ വാഗ്ദാന ലംഘനങ്ങൾ. കേന്ദ്രത്തിൽ അധികാരം ലഭിച്ചാൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച വലിയ വാഗ്ദാനങ്ങളെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലും പൊതുവിടങ്ങളിലും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 15 ലക്ഷം രൂപ ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ വീതമെത്തും. ഇന്ധനവില പെട്രോൾ ലിറ്ററിന് 50 രൂപയ്ക്ക് ലഭ്യമാക്കും. ഗ്യാസ് സിലിണ്ടർ, പാചകവാതക സിലിണ്ടർ 350 രൂപയ്ക്ക് നൽകും. രൂപയുടെ മൂല്യം $1 50 രൂപ എന്ന നിലയിലേക്ക് രൂപയെ ശക്തിപ്പെടുത്തും. കള്ളപ്പണം, വിദേശത്തുള്ള കള്ളപ്പണം മുഴുവൻ തിരികെ എത്തിക്കും. ഈ വാഗ്ദാനങ്ങളെല്ലാം നൽകിയിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും ഇവ എവിടെയെന്ന് ചോദിക്കാനുള്ള ആർജവമില്ലാത്തവരാണ് ഇപ്പോൾ പുതിയ സർക്കാരിനെതിരെ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നതെന്ന് ജനങ്ങൾ വിലയിരുത്തുന്നു. ഒരു സർക്കാർ വന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തു തുടങ്ങാൻ പോലും സമയം അനുവദിക്കാതെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തി യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്തരം സമരങ്ങൾ തികച്ചും അപഹാസ്യമാണ്. പൊതുജനങ്ങളെ ശല്യം ചെയ്തവർക്കെതിരെ നിയമനടപടി സ്വീകരിക്കണം. യാത്രക്കാരുടെ പ്രതികരണം. അധികാരമേൽക്കാത്ത സർക്കാരിനെതിരെ തെരുവിലിറങ്ങി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനു പകരം ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ ബിജെപി തയ്യാറാകണമെന്നാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്ന ആവശ്യം.